നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനി സമരം നടത്തി പൊടിക്കുന്നതിന് നേതാവിന് എത്ര ലക്ഷം രൂപയാ ഓഫർ? ലക്ഷോ? ഓഫറോ? ആരാ പറഞ്ഞത്? വെറുതെ അനാവശ്യം പറയല്ലേ. നേതാവേ, കുറച്ചു മുമ്പ് ദക്ഷയുമായുള്ള നിങ്ങളുടെ ഫോൺ സംഭാഷണം ഞാൻ കേട്ടു. പെട്ടെന്ന് കമ്പനിയിൽ ഇങ്ങനൊരു സമരം. അപ്പോഴെനിക്ക് സംശയം തോന്നിയതാ. ഇവിടെ വരുന്നതിന് മുൻപ് നേതാവ് ദക്ഷയുടെ വീട്ടിൽ പോയി അവരെ കണ്ടിരുന്നു. പോയിരുന്നു, സംസാരിക്കുകയും ചെയ്തു. അവിടെ നിങ്ങളും ദക്ഷയും എന്തൊക്കെയാ സംസാരിച്ചെന്ന് ഞാൻ പറയട്ടെ? അയ്യോ, വെറുതെ പറയല്ല. ദേ, ഈ മൊബൈലില് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ സമരം തുടർന്നാൽ തൊഴിലാളികളുടെ മുന്നിൽ പരിഹസിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളാ. അവരുടെ മുന്നില് നിങ്ങളുടെ മുഖംമൂടി ഞാൻ അഴിച്ചെറിയും. നേതാവിനെ അണികൾ തന്നെ തല്ലി ഓടിക്കും. അത് വേണോ? അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നേതാവ് അനുസരിക്കണം. ഇപ്പൊ തന്നെ ഈ സമരം അവസാനിപ്പിക്കണം. പറഞ്ഞ ശമ്പളം കുടിശ്ശിക സഹിതം കൃത്യമായിട്ട് തരും. ആ കാര്യത്തിൽ വാക്ക് മാറില്ല. ഇവിടെ നിന്ന് പെട്ടെന്നൊരു മറുപടി വേണ്ട. നേതാവ് ശരിക്കും ആലോചിച്ചിട്ട് മതി. എന്നിട്ടൊരു തീരുമാനം എടുക്കാൻ. അല്ല, നേതാവിന് തിരക്കണമെന്നല്ലേ പറഞ്ഞ? എന്നാ സമയം കളയണ്ട, പോയിക്കോ. നേതാവ് സ്വന്തം ഭാവി നോക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പൊ പോസിറ്റീവായ തീരുമാനം നേതാവ് എടുക്കൂ. എനിക്ക് ഉറപ്പുണ്ട്. ആ, പോയിക്കോ. ലച്ചു, നീ രക്ഷിച്ചത് സഞ്ജുവിനെ എന്നെ മാത്രമല്ല, ഈ മംഗലശ്ശേരി കുടുംബത്തെയാ. താങ്ക്സ് ലച്ചു. മോളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദിയോ? എന്തിനാച്ചാ അതൊക്കെ? എനിക്ക് കഴിയുന്ന കാര്യം ഞാൻ ചെയ്തു, അല്ലാതെ എന്താ? ഇനി എനിക്ക് ഒരാളെ കൂടി ഒന്ന് കാണണം. ആരെയാ ഇപ്പൊ കാണുന്നത്? ആ ദക്ഷേ. അച്ഛാ, അത് വേണോ? വേണം. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. നിങ്ങളൊന്ന് പോവാൻ നോക്ക്. പോകാൻ വന്നതല്ല, വാങ്ങാൻ വന്നതാ. അത് തന്നാ പോയേക്കാം. നിങ്ങളുടെ എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പറയാം. പറയുന്നതിന് മുൻപ് പണിക്കരെയും ശ്രീദേവിയും പിന്നെ ഇവിടെ ഉള്ളത് ആരാണെങ്കിലും അവരെല്ലാം വിളിക്ക്. എന്നിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങാം. അമ്മയും മുത്തശ്ശനും ഇവിടെ ഇല്ല. ശരി, മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ MD ഉണ്ടല്ലോ. ഇവനുമായിട്ടാണല്ലോ എനിക്ക് ഇടപാട്. മംഗലശ്ശേരി ഗ്രൂപ്പ്സ് മുങ്ങിത്താഴുന്ന കപ്പലാണെന്ന് അങ്ങ് മുംബൈയിൽ വരെ എത്തി. മുംബൈയിൽ ഒരു മാസികയിൽ വാർത്ത കണ്ടിട്ട വർമ്മ സർ എന്നെ വിളിച്ചത്. മികച്ച യുവ ബിസിനസ്സുകാരനുള്ള പുരസ്കാരം കിട്ടിയ സഞ്ജയ് പണിക്കർക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മോളെ നിനക്ക് കെട്ടിച്ചു തരാത്തതിൽ വർമാജി ഇപ്പൊ സന്തോഷിക്കുക. ഇത് ആഘോഷിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? എന്റെ വരവ് അതിനല്ല.
കമ്പനിയുടെ 25% ഷെയർ ഞങ്ങൾക്കുള്ളത്. നീ മറന്നെങ്കിലും ദേ ഇവനത് മറന്നിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ഷെയർ മടക്കിത്തരാൻ ഇപ്പൊ നിനക്ക് കഴിയില്ല സഞ്ജു. പിന്നെയുള്ളതെന്താ? ഞങ്ങൾ കൂടി ലീഗലായി നീങ്ങി നിന്നെ പൂർണ്ണമായും തകർത്തു കളയണം. അങ്ങനെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിച്ചെല്ലാനാ വർമ്മ സാർ പറയുന്നത്. പക്ഷേ ഞാനതിന് തയ്യാറല്ല. ഞാൻ വന്നത് പരിഹസിക്കാനോ നിന്നെയും നിന്റെ കുടുംബത്തെയും കുളം കുത്താനോ അല്ല. ദക്ഷയുടെ ഈ വരവ് നിനക്കൊരു രക്ഷാമാർഗമായിട്ടാ. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഒരു മൂല്യവും ഇന്നില്ലാത്ത 75% ഷെയർ നീ എനിക്ക് തരിക. പകരം എത്ര കോടിയാ നിനക്ക് വേണ്ടതെന്ന് മാത്രം നീ പറഞ്ഞാ മതി. നിനക്ക് ഞാനത് തരും. ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഓട്ട വീണ പായ്ക്കപ്പലിന് ദക്ഷ കോടികളുടെ വിലയിടുന്നത്. അവസരം നോക്കി ചോര കുടിക്കാമെന്ന കുറുനരിയാ നിങ്ങളെന്ന് എനിക്കറിയാം. എന്റെ സർവ്വതും നഷ്ടപ്പെട്ട പോലും നിങ്ങൾക്ക് ഞാൻ എന്റെ ബിസിനസ് വിട്ടുതരില്ല. മംഗലശ്ശേരിന്ന് ഒരു തരി മണ്ണ് പോലും നിങ്ങൾ കൊണ്ടുപോകില്ല. കടന്നു പോ. നീ ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശത്തിന് 10,000 മടങ്ങ് വില കൊടുക്കേണ്ടി വരും. കൺമുൻപിൽ ആത്മഹത്യ ചെയ്ത് വിറങ്ങലിച്ച ഉറ്റവരെ നിനക്ക് കാണേണ്ടി വരും. അന്ന് നീ നെഞ്ചു പൊട്ടിക്കരയും. എന്റെ ഈ വാക്കുകൾ ഓർക്കും. കടന്നു പോവാനാ പറഞ്ഞത്. പോകാം. അതിനു മുൻപ് നീ ഓർത്തോ, ഞാനിത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ലേലത്തിന് വെച്ചാൽ ഏറ്റവും കൂടിയ തുക വിളിച്ച് ഞാൻ ഈ ലേലം ഉറപ്പിക്കും. മംഗലശ്ശേരി ഗ്രൂപ്പ്സ് എന്ന പേര് മാറ്റി മാണിക്യമംഗലം ഓർഗനൈസേഷൻ എന്ന ബോർഡ് വെക്കും. അപ്പോ അത് കാണാൻ നീയും നിന്റെ കുടുംബവും ഉണ്ടാവില്ലെന്ന നിരാശ മാത്രമേ എനിക്കുണ്ടാവൂ. നിങ്ങളുടെ ഈ മോഹം ഒരിക്കലും നടക്കില്ല. നിങ്ങൾ നാണം കെട്ടി ഇവിടെ വിട്ടുപോകും. ഇത്രയൊക്കെ പ്രവചിക്കാൻ പോകുന്ന നീ ഇവിടെ ഉണ്ടായിട്ട് എന്താ ഈ കുടുംബത്തിന് ഇങ്ങനൊരു ഗതി വന്നത്? നീ ഭാഗ്യദേവതയല്ലേ? എന്താ നിന്റെ ഭാഗ്യം കരിന്തിരിയായോ? നിന്റെ കോളിനായി ഞാൻ കാത്തിരിക്കും സഞ്ജു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.